എം.എസ്. വേണുഗോപാൽ ഇന്ന് ചർച്ച നടന്നു, പക്ഷേ പരാജയപ്പെട്ടു. പക്ഷേ ഇന്നലെ രാത്രി അതൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന രീതിയിലാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവാക്കളെ അഭിസംബോധന ചെയ്തത്. ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും രാജിക്കുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. കാരണം അത് പ്രധാനമന്ത്രി ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വമാണ് കണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നീറ്റ് പരീക്ഷയിൽ മാത്രമല്ല ഈ രാജ്യത്ത് നടക്കുന്ന ഏത് പരീക്ഷയിലും എന്ത് അതിക്രമം കാണിക്കുന്നവരെയും ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് മുമ്പാകെ കൊണ്ടുവന്ന് അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിനും ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനും പുതിയ ബില്ല് വരെ കൊണ്ടുവരാൻ തയ്യാറായിരിക്കുക. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനി ആവർത്തിക്കാനില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആവർത്തിച്ചാൽ അതിന് തക്കതായ മറുപടി നൽകുന്ന ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉടനടി നടപടി ഉണ്ടാകുന്ന വിധത്തിൽ കോടതി ഉൾപ്പെടെയുള്ളവ പെട്ടെന്ന് ഇതിൽ റിയാക്ട് ചെയ്യുന്ന വിധത്തിൽ പ്രതികരിക്കും. അതുപോലെ തന്നെ ഇന്നത്തെ ചർച്ച പരാജയം എന്ന് പറയാൻ പറ്റില്ല. ചർച്ചയിൽ കുട്ടികൾ ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങൾ, CJP ആവശ്യപ്പെട്ട രണ്ട് കാര്യങ്ങളും അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തേത് നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്, 1 കോടി നഷ്ടപരിഹാരം ആത്മഹത്യ ചെയ്തവർക്കും ഒക്കെ. രണ്ടാമത്തേത് അവർ പറഞ്ഞതുപോലെ കേസുകൾ പിൻവലിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ വിദ്യാർത്ഥി സമരത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട്. മുട്ടുമടക്കി എന്ന് പറയാൻ പറ്റില്ല. കേന്ദ്ര സർക്കാർ ഇതിൽ 2 വിധത്തിലാണ് കണ്ടിരിക്കുന്നത്. ഒന്ന്, ഇതിനകത്ത് അടിച്ചൊതുക്കുന്ന ഒരു രീതി കേന്ദ്ര സർക്കാർ സ്വീകരിക്കാതെ വന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ആ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് കുറച്ച് കഴമ്പുണ്ട്. കാരണം 25 ലക്ഷം കുട്ടികളെ ബാധിച്ച ഒരു പ്രശ്നം അവരുടെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഒരു 1.5 കോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഫാമിലി ഉൾപ്പെടെ വരുമ്പോൾ അവരുടെ ആശങ്ക, അവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണെന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം ഇതിൽ ഒരുപാട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത്. ആ വിട്ടുവീഴ്ചകൾ ചെയ്തു കഴിഞ്ഞും പിന്നെയും ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ ആ ആവശ്യത്തിന് പിന്നിൽ വേറെ അജണ്ടകളുണ്ട്, രാഷ്ട്രീയ അജണ്ടകളുണ്ട്. ഉദ്ദേശം ഇതല്ല മറ്റു ചിലതാണ് എന്ന് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അല്ല, ഈ സാങ്കേതികമായിട്ട് ഇതിന് കാരണക്കാരൻ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ടല്ലോ. ഇവിടെ മന്ത്രിമാർ രാജിവെക്കുന്നത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന് ഈ 25 ലക്ഷം വിദ്യാർത്ഥികളുടെ അവർക്കുണ്ടായ ഈ ബുദ്ധിമുട്ടിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല എന്നാണ്. അങ്ങനെയല്ല, ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് രാജിവെക്കേണ്ടത് രാഹുൽ ഗാന്ധിയായിരുന്നു. കാരണം ഈ പിള്ളേരെ മുഴുവൻ ഇവിടെ കൊണ്ടുവന്ന് ഈ വിധത്തിൽ ബുദ്ധിമുട്ടിച്ചത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്തമാണ് ഈ സമരം ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത്. ഇത് നടന്നത് മെയ്യിലാണ്. മെയ് കഴിഞ്ഞ് ജൂലൈ വരെ വന്നു. അദ്ദേഹം എവിടെ പോയിരിക്കുകയായിരുന്നു? ഈ നാട്ടിലില്ലായിരുന്നു അദ്ദേഹവും ഇന്ത്യ മുന്നണിയും എവിടെ പോയിരുന്നു? അവർ ഇതാണ് പിള്ളേർ പറയുന്ന പ്രശ്നവും. കുട്ടികൾ ഇന്ന് ഡൽഹിയിൽ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒന്നും വിശ്വാസമില്ല, ഇവരെല്ലാം അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നവരാണ്, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നവരാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, 150 കോടി ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഒരു വീട്ടിൽ നിന്ന് 3 പേര് MP-മാരാണ്. സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധി 3 പേര് MP-മാരായിട്ടുണ്ട്. ഇതൊക്കെ പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അഡ്വാൻറ്റേജ് എടുക്കുകയായിരുന്നു കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിലുള്ള പ്രതിഷേധ സമരത്തിൽ. പക്ഷേ ഇന്ന് ഈ സീനിൽ നിന്നേ അപ്രത്യക്ഷമാവുന്നതാണോ കാണുന്നത്? അത് പൂർണ്ണമായിട്ടും അവിടെ സമരം ചെയ്യുന്ന, ജന്തർ മന്ദിറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പക്ഷത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ കോൺഗ്രസിന്റെ പ്രസക്തിയെ പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്ന് തോന്നുന്നു. എന്നിട്ട് ഇന്ന് രാഹുൽ ഗാന്ധി ചില വിദ്യാർത്ഥികളെയൊക്കെ കൊണ്ടുവന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഹാജരാക്കുന്നു, ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രസക്തി ഇല്ലാത്ത പോലെയാണ്. കാരണം ഈ സമരക്കാർ പോലും കോൺഗ്രസിനോട് അനുഭാവം കാണിക്കുന്നില്ല. ചർച്ചയിൽ പോലും ആരും വിളിച്ചില്ല. മഞ്ജുഷ്, നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ഇത് ബേസിക്കലി വിദ്യാർത്ഥികളുടെ ഒരു സമരമാണ്. TJP എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഡൽഹിയിൽ എത്തിച്ച് സമരം നയിക്കുകയാണ്. നമ്മൾ നേരത്തെ കർഷക പ്രക്ഷോഭത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് പ്രതിപക്ഷം നയിക്കുന്ന ഒരു സമരമല്ല, ഇത് ഇന്ത്യയിലെ യുവജനങ്ങൾ നയിക്കുന്ന ഒരു സമരമാണ്. അപ്പൊ അതിനകത്ത് അടിസ്ഥാനപരമായി അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള പിന്തുണ നൽകുക, അവർക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്ന കർമ്മമാണ് കോൺഗ്രസിന് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അത് നമ്മൾ മെനഞ്ഞാന്ന് നമ്മൾ കണ്ടത് ആ ഒരു സമരം കംപ്ലീറ്റ് ആയിട്ട് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയാണ്. വിദ്യാർത്ഥികളുടെ പിള്ളേർ പങ്കെടുത്തില്ലെങ്കിൽ ഈ സമരം ഉണ്ടാവില്ലായിരുന്നല്ലേ? ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയില്ലായിരുന്നു, പ്രതിപക്ഷം അനങ്ങില്ലായിരുന്നു അല്ലേ? അതെ, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് വളരെ ഗുരുതരമായ ഒരു പിഴവുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനേക്കാൾ മനസ്സിലാക്കേണ്ട നമ്മള് ശ്രീ വേണുഗോപാൽജി നേരത്തെ പറഞ്ഞതുപോലെ
ഇതിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജിവെക്കണം എന്ന് പറയുന്ന ബാലിശമായ, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ അദ്ദേഹത്തിന് എന്ത് നീറ്റിലെ ചോദ്യം പേപ്പർ CBSE പരീക്ഷയിലെ തെറ്റുകൾ തിരുത്താൻ തയ്യാറാവണ്ടേ? ഇവിടെ വേറൊരു സംഘം വന്ന് ഡൽഹി വളഞ്ഞ് ജന്തർ മന്ദർ പ്രശ്നമാക്കി സൻസദ് ഭവനിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വന്നു. ഈ സന്ദർഭത്തിൽ ചാടി വന്ന് ഒളിച്ചു വന്ന് ഇതിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഞാനാണ് ഇതിന്റെ നേതാവ് എന്ന് പറയുന്നത് ഏത് ന്യായമാണ്? ഇത് പണ്ടാരോ പറഞ്ഞ പോലെ അവന് വല്ലവരുടെയും സദ്യക്ക് പപ്പടം വിളമ്പിക്കോട് എന്ന് പറയുന്ന പോലെയാണ് വേണുഗോപാൽ പറയുന്നത് കേട്ടാൽ തോന്നും. അതായത് ധർമ്മേന്ദ്ര പ്രധാൻ അല്ല ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറ്റവാളി. ഉപയോഗിക്കാതിരുന്ന രാഹുൽ ഗാന്ധി സത്യന് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്ന കാര്യം സംശയമാണ്. ഇന്നത്തെ ചർച്ചകളുടെ പോക്ക് ആ ദിശയിലേക്കാണല്ലോ. നാളെ ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് ഈ പരീക്ഷാ പരിഷ്കരണ നടപടികൾ ഇതിൽ ഒതുങ്ങുമെന്ന് ആണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. അത് പ്രക്ഷോഭം ആളിക്കത്താൻ ഇടയാക്കുമോ ഇല്ലയോ? അല്ലല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന് ഒരു നിലപാട് സ്വീകരിക്കാം. ആ നിലപാട് സമരക്കാർ അംഗീകരിച്ചു കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പൊ കേന്ദ്ര സർക്കാരിന് പറയാവുന്നത് ഞങ്ങൾക്ക് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഞങ്ങൾ നൽകില്ല എന്നുള്ളതാണ്. അത് സമരക്കാർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അവര് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ നിലവിലെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യ മൊത്തം ഇത്രയും അനുരണനങ്ങൾ ഉണ്ടാക്കുകയും ഇന്ത്യയിലെ എമ്പാടുമുള്ള പ്രമുഖരായ വ്യക്തികളൊക്കെ സപ്പോർട്ട് ചെയ്യുകയും, അതായത് ഈ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണഗതിയിലൊന്നും ഒരു സമരത്തിനും കിട്ടാത്തത്ര രീതിയിലുള്ള സപ്പോർട്ട് ഇന്ത്യയിലെ മൊത്തം സെലിബ്രിറ്റികൾ, അതായത് ക്രിക്കറ്റ് താരങ്ങളായാലും അല്ലെങ്കിൽ എഴുത്തുകാരായാലും അല്ലെങ്കിൽ സിനിമാക്കാരായാലും ഒക്കെ ഒരുപോലെ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് അഭൂതപൂർവമായ ഒരു കാഴ്ചയാണ്. അപ്പം സെലിബ്രിറ്റികളുടെ കാര്യം പറയുമ്പോൾ കേരളത്തിലെ സെലിബ്രിറ്റികളുടെ കാര്യം അത് അവര് എന്താണ് വിഷയാധിഷ്ഠിതമായ കാര്യമല്ല, അത് രാഷ്ട്രീയം നോക്കിയാണ്, അത് അവസരവാദപരമായിട്ട് തന്നെയാണ്. എത്രയോ വിഷയങ്ങളിൽ ഇവരുടെ നാവ് അനങ്ങിയിട്ടില്ല. എത്രയോ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കാം. കേരളത്തിലെ PSC വിഷയം ആരുടെയെങ്കിലും നാവ് അനങ്ങിയിട്ടുണ്ടോ ഇപ്പോൾ ഈ സംസാരിക്കുന്നവരുടെ? അതെ, ഞാനത് പൂർണ്ണമായിട്ടും മഞ്ജുഷ പറയുന്നതിനോട് യോജിക്കുന്നു. കാരണം കേരളത്തിലെ സെലിബ്രിറ്റികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ സെലിബ്രിറ്റികൾ പലരും നമ്മൾ ഈ പറയുന്ന പോലെ വളരെ കഠിന ഹൃദയരൊന്നുമല്ല. അവർ വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്കൊരു സൈബർ ആക്രമണമൊന്നും നേരിടാനുള്ള ശേഷി പലപ്പോഴും ഇല്ല. അപ്പൊ അതുകൊണ്ട് അവരിപ്പോ കേരളത്തിലൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ സംഘടിതമായി സൈബർ ആക്രമണം നടത്താൻ കഴിവുള്ളവരുടെ കൂടെ നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.